ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും ചേർത്ത് നമുക്ക് ആദ്യം തന്നെ അതൊന്ന് മസാല ഇതുപോലെ തേച്ചിട്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കണേ. കൈക്കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണേ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മളെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കൂടെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് അടുത്തതായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഓയിൽ വേണ്ട, വെളിച്ചെണ്ണ നമ്മൾ ടേസ്റ്റ് കൂടുതലാണ്. എന്നിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടും കണ്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലോട്ട് കുറച്ചധികം ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. അരിയൊന്നും വേണ്ട, തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയുള്ളി, ഒറ്റ വലിയുള്ളിയും കൂടി ഇട്ടുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉപ്പും ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്താട്ടോ നമ്മളതിലോട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. മസാലപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. അത് നമ്മളതിലോട്ട് നമ്മൾ എരിവിനനുസരിച്ച് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നല്ലൊരു കളറും കിട്ടും കേട്ടോ. ഞാൻ സാധാ മുളക് പൊടിയാണ് ഇട്ടത്, എൻ്റെ അടുത്ത് കാശ്മീരി മുളക് പൊടി ഇല്ല. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. പച്ചമുളകൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് നമ്മൾ മസാല തേച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനില്ലേ, അതതിലോട്ട് ചേർത്ത് കൊടുക്കണേ. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളത് ചിക്കൻ ഒന്ന് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് എന്താ പറയുക ഒന്ന് തിളയ്ക്കണം. തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് തീ സിമ്മാക്കിയിട്ടിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം കേട്ടോ. ആ സമയത്ത് നമുക്കിതിലോട്ട് തക്കാളീൻ്റെ ഒരു പേസ്റ്റ് തയ്യാറാക്കണം. അപ്പം ചിക്കനൊക്കെ നന്നായിട്ട് ഇവിടെ തിളക്കട്ടെ കേട്ടോ. നമുക്ക് ആ സമയത്താണ് തക്കാളീൻ്റെ പേസ്റ്റ് ഉണ്ടാക്കണം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ 2 തക്കാളി കേട്ടോ ഞാൻ ഇതിനെടുത്തിട്ടുള്ളത്. 2 തക്കാളിയും അതിലോട്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണേ. അതാകുമ്പോൾ എന്താ പറയുക, കറിക്ക് നല്ലൊരു തിക്നെസ് വരും. എന്താ പറയുക, വെള്ളം പോലെയുള്ള കറിയുടെ ചൂടാറി വരുന്നതിനനുസരിച്ച് കറിക്ക് ഇത്തിരി കട്ടി കൂടുതലാവും. അപ്പം നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ വെറും ചോറിൻ്റെ കൂടെ ആയാലും ഇപ്പം പൂള കഴിക്കില്ല, അപ്പോൾ അതിൻ്റെ കൂടെ ഒലിച്ച് പോകില്ല. നല്ല കുറുങ്ങനുള്ളൊരു നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു കറി റെഡി കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പം നമ്മൾ അത് ഒഴിച്ചിട്ട് നമ്മൾ തക്കാളി പേസ്റ്റ് ഒഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ മല്ലിയിലിട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ചിക്കനൊക്കെ ഒന്ന് വേവുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുത്ത് ഗ്യാസൊക്കെ ഓഫാക്കിയിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്കത് എടുത്ത് കഴിക്കാം കേട്ടോ. സൂപ്പർ കറിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ഫസ്റ്റ് പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.